Hi, let's be Italy. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് മത്സ്യ ഫിഷറീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉഗ്രൻ ഫ്രഷ് ചെമ്മീൻ കൊണ്ട് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലുള്ള സ്ഥാപനമാണ്. ആ ഒരു മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലെ. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും എല്ലാവരും നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ സവാള വയറ്റി തക്കാളി വയറ്റി ആ രീതിയിലല്ല ഉണ്ടാക്കാറ്. എന്നാൽ ഇതിനൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ വളരെ വളരെ വ്യത്യസ്തമല്ല, കുറച്ച് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമ്മുടെ ലിസ്ബി കിച്ചന്റെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ. നമ്മളിപ്പോ ഇവിടെ 1 കിലോ ചെമ്മീനാണ് കേട്ടോ. 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് തോട് പൊളിച്ച് വൃത്തിയാക്കി അതിൽ ഞാൻ സാധാരണ പറയാറുള്ള പോലെ കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് തിരുമ്പി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴുകിയിട്ടിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുകൂടി നന്നായിട്ട് നമുക്ക് കഴുകിയിരിക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വേണം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി. ഈ റോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളക് ഒരു 5-6 വറ്റൽമുളക് എടുക്കാം. എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം. ഒരു വലിയ ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യണത് കേട്ടോ. അപ്പൊ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റോസ്റ്റിന്റെ വേറൊരു പ്രത്യേകത നാളികേരാണ് കേട്ടോ. നാളികേരം ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 3 പച്ചമുളകും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെമ്മീൻ ഒന്നുകൂടി നന്നായിട്ട് നമ്മൾ കഴുകി വരാൻ പോകണം കേട്ടോ. അപ്പൊ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള ഒരു പാത്രം ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മള് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പോവാ. അത്യാവശ്യം വെളുപ്പുള്ള ചെമ്മീനാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാ. പിന്നെ നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ പോവാ. അപ്പൊ നേരത്തെ ഞാൻ ഉപ്പ് തിരുമ്പി വെച്ചുകൊണ്ട് കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ, അത് ശ്രദ്ധിച്ചിടാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഇത് മീനിന്ന് വെള്ളം എന്തായാലും ഇറങ്ങി വരും, സ്വല്പം വെള്ളം. അതായത് നമുക്ക് ഇതൊന്ന് പകുതി വേവിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പകുതി വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ പകുതി വേവാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രം. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് കുറച്ച് പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവില്ല. അപ്പൊ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ഫിഷ് റെസിപ്പീസും ഉണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലെ പേജ് ഉണ്ട് ലിസ്ബി കിച്ചൺ, അതിലും എല്ലാ അപ്ഡേറ്റ്സും വരും. ഇൻസ്റ്റാഗ്രാമിലും ലിസ്ബി കിച്ചൺ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചെമ്മീൻ വേവണേന്റെ ഇടയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മള് സാധാരണ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ എന്ന് പറയുമ്പോ കുറെ വെളുത്തുള്ളിയും കുറെ ഇഞ്ചിയൊക്കെ എടുക്കും. പക്ഷെ നമ്മുടെ ചെമ്മീന്റെ സ്വാദ് അത് കുറയ്ക്കുക ചെയ്യാം. അപ്പൊ ചെമ്മീനൊക്കെ ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്പൈസസ് ആഡ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു 4-5 വെളുത്തുള്ളി മാത്രം, ഒരു കുഞ്ഞു കഷ്ണം മാത്രം ഇഞ്ചി. അപ്പൊ അത് പേസ്റ്റ് ആക്കിയതിനായിട്ട് നല്ലത് എപ്പോഴും ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില ഒരു 2 തണ്ട് കറിവേപ്പില നേരത്തെ പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ വെന്തെന്ന് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പൊ വെള്ളത്തോട് കൂടി തന്നെ ഇരുന്നോട്ടെ. നമ്മുടെ ഇവിടെ ആദ്യം പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ
നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്യാൻ പോയില്ലേ, അത് ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ, ഇതേപോലെ ക്രഷ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മുപ്പിച്ചാൽ മതി. ഇതൊന്ന് പകുതി മൂത്ത് വരുമ്പോൾ നമ്മൾ പെരുംജീരകം എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇടാൻ പോണത് സവാള ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വറ്റൽമുളക് നിങ്ങളുടെ എന്താ പറയുക കലാപരമായ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിങ്ങനെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് നല്ല രണ്ട് ഫ്രഷ് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റെന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കൊന്ന് മാറണം. എന്നാൽ നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞ് അതുപോലെ ആവാറില്ല. ആ ഒരു സ്റ്റേജ് വരെയാണ് നമ്മൾ വഴറ്റേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് അവിടെ മാറിപ്പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേജ് ഇതാണ് കേട്ടോ. ഇത് ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരാൻ പോണ ആ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ നേരത്തെ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത കാരണം അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ ഈ വറ്റൽമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. മല്ലിപ്പൊടി അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ ഈ മല്ലിപ്പൊടി കൂടുതൽ ഇടുമ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റിന്റെ ടേസ്റ്റ് ഒന്ന് കുറയാണ് ചെയ്യാറ് സാധാരണ. അപ്പൊ അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മാത്രമാണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്കൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പൊ നമ്മള് കൂടുതലായിട്ട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിക്കാണ്ട് നന്നായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടും. നമ്മൾ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെമ്മീനില് നമ്മൾ നേരത്തെ വേവിച്ചപ്പോഴുള്ള വെള്ളം, ആ വെള്ളം നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മള് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പൊ നേരത്തെ സവാള വറ്റിയത് ഒരു 4 മിനിറ്റോളാണ്, ഏകദേശം ഒരു 4-5 മിനിറ്റോളം അതിൻ്റെ കേട്ടോ. ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മള് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പൊ ഇത് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ബാക്കിയുള്ള വേവാവും കേട്ടോ. അത് മാത്രമല്ല ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും ചെയ്യും. നമുക്ക് മൂടി വെച്ച് വേവിക്കുന്നു വേണ്ട, തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ.
ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്നിങ്ങനെ ബാക്കിയുള്ള വേവ് കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെയാണ് ഇങ്ങനെയുള്ള ചെമ്മീൻ വേവിക്കാറുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, നല്ല ഒരു ക്രഞ്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യാം, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവാം. ഇതിന് കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ പറയാറുണ്ട് എപ്പോഴും ഹാർഡായി പോവുള്ളൂ. അപ്പൊ ഇത് പാകാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം, അപ്പൊ മിക്കവാറും പേര് നാളികേരം ഇങ്ങനെ അധികം ചേർക്കാറില്ല അല്ലെ റോസ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഇതിങ്ങനെ ഇതിന്റെ കൂടെ ഇങ്ങനെ വരുമ്പോ നല്ല ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കേട്ടോ, അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കോക്കനട്ട് ഇട്ടിട്ട്. ഇനി ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മേലെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ചാറുകറിയൊന്നും വേണ്ട കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചോറിന്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്.